friends, welcome back to my channel. ഇന്ന് നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടർക്കിഷ് സ്വീറ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. നമുക്ക് വേഗം വീഡിയോക്ക് കടന്നാലോ. ഇതിനു വേണ്ടിയിട്ട് ഒരു ബൗളിൽ നമുക്ക് 2 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 2 സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പ് ലൂക്ക് വാം മിൽക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മളൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ സെർവിങ് ഡിഷ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു 1.5 കപ്പ് വേണ്ടി വരും. ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ താഴെ ബേസിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളൊരു 1/4 കപ്പ് പാലിലേക്ക് ഒരു 1/4 സ്പൂണ് സാഫ്രൻ സ്റ്റാൻസ് എടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മളിപ്പോൾ 1 ലിറ്റർ പാലാണ് തിളപ്പിക്കാനായിട്ട് വെച്ചേക്കുന്നത്. ഇത് നന്നായി തള വരാൻ തുടങ്ങുമ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഒരു 1/2 കപ്പ് ഇട്ട് കൊടുക്കാം. ഇത് പഞ്ചസാര ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മെൽറ്റായി വരട്ടെ. ഇത് നന്നായി മെൽറ്റായതിന് ശേഷം നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മുടെ കോൺഫ്ലവറും പിന്നെ മിൽക്ക് പൗഡറിൻ്റെ മിക്സ്ചർ ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിനി കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഈ സമയത്ത് നമ്മുടെ സാഫ്രൺ മിൽക്ക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് 1-2 മിനിറ്റ് മതി ഇത് കട്ടിയാവാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് കട്ടിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 1/2 hour റൂം ടെമ്പറേച്ചറിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 1/2 hourന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു 30 മിനിറ്റ് ഇത് ഫ്രിഡ്ജിൽ ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. നമ്മളിതൊരു 30 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു ജെല്ലി ഫോം പോലെ ആയിരിക്കും. ഇത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം നല്ല ആ കോക്കനട്ട് ഫ്ലേവറും നല്ലൊരു ടേസ്റ്റാണ്. ഇത് നമുക്കിനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ടർക്കിഷ് ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുവരെ ബൈ.